ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അംജദാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് പെർഫെക്റ്റായി കുക്കറിൽ കൽത്തപ്പം ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പച്ചരിയാണിത്. കുതിർത്ത് വെച്ച പച്ചരി നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് 3 ഏലക്ക, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉപ്പ്, 3 സ്പൂൺ വെള്ളരിച്ചോറ് ഇട്ട് കൊടുക്കാം. ജീരകവും ഏലക്കയും നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കാം. 1/2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ ഇവിടെ 3 ശർക്കരയുടെ അച്ചുകളാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. ഉരുക്കിയ ശർക്കര ചൂടോട് കൂടി നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടൻ തന്നെ മാവ് നന്നായി ഇളക്കി കൊടുക്കുക. മാവ് ഒരിക്കലും വെന്ത് പോവാൻ പാടില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ചുവട് കട്ടിയുള്ള ഒരു കുക്കർ ഗ്യാസിലേക്ക് വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യിലേക്ക് തേങ്ങ കൊത്തിയിട്ട് മൂപ്പിച്ചെടുക്കുക. മാവ് തണുക്കാൻ വെക്കരുത്. ചൂടോട് കൂടി നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇനി തീ സിമ്മിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 12 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതിൽ ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെന്തു എന്ന് ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫാക്കിയ ഉടൻ തന്നെ കുക്കർ തുറക്കരുത്. ഇനി നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് വെന്തോ നോക്കാൻ പപ്പടക്കോൽ വെച്ച് കുത്തി നോക്കാം. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായ കൽത്തപ്പമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉള്ള എങ്ങനെയാണെന്ന് മുറിച്ച് നോക്കാം. നന്നായി ആരെടുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കൽത്തപ്പം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.